ഹായ് നമസ്തേ എവരി വൺ. നമുക്ക് എഗ് പ്ലാന്റ് അഥവാ നമ്മൾ ഉരുണ്ട വഴുതനങ്ങ ഉണ്ടല്ലോ, വളരെ ലോ കാലറി ബട്ട് ഡിലീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ അത് നമുക്ക് അതുകൊണ്ട് കഴിച്ചുകൊണ്ട് എന്തെല്ലാം ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് നോക്കാം. വൈറ്റമിൻ സി, വൈറ്റമിൻ കെ, പൊട്ടാസ്യം, അതുപോലെ തന്നെ ഫിനോളിക്സ്. എഗ് പ്ലാന്റ്സ് നല്ല ഫൈബർ ഉള്ളതാണ്, ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്, ബി പി കുറച്ചുകൂടെ ലോവർ ചെയ്യാനായിട്ട്, പിന്നെ ഹൈ ഫൈബർ കണ്ടൻറ്റ് ഫുഡാണ്. അപ്പോൾ അത് നമുക്ക് വെയ്റ്റ് മാനേജ്മെൻറ്റിന് നന്നായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇത് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാതിരിക്കാനും വളരെ നല്ലതാണ്. അതേപോലെ തന്നെ നമുക്ക് നിയാസിനുണ്ട്, സെൽസിനെ പലപ്പോഴും ഗാർഡ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. ചില റിസർച്ചുകൾ സജസ്റ്റ് ചെയ്യുന്ന ആൻറ്റി ഓക്സിഡൻറ്റ്, ഇതിൽ ചില ആൻറ്റി ഓക്സിഡൻറ്റ് ക്യാൻസർ പോലും പ്രിവെൻറ്റ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് ബ്ലഡ് ഷുഗർ കൂടത്തില്ല. അതേപോലെ തന്നെ നമുക്ക് പിന്നെ ശരിക്കും പറഞ്ഞാൽ മെൻ്റൽ കോഗ്നിഷൻ, ഏജിങ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇത് വളരെ നല്ലതാണ്. പിന്നെ യു വി റേസ് നമുക്ക് ഓക്സിഡേഷൻ വരാതിരിക്കാനായിട്ട് നല്ലതാണ്. സ്കിൻ ഹെൽത്തിന് വളരെ വളരെ നല്ലതാണ്. ഇപ്പം നിയാസിൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഫ്ലമേഷൻ ഒരുപാട് കുറയ്ക്കും. പിന്നെ പൊട്ടാസ്യം ഉള്ളത് കൊണ്ട് നമുക്ക് ബി പി കൂടാതിരിക്കാനായിട്ട്, പിന്നെ നമുക്ക് സർക്കുലേഷൻ കൂട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് എഗ് പ്ലാന്റുകളെ കുറിച്ചുള്ള പഠനങ്ങൾ കാണിക്കുന്നത് സ്ട്രോക്ക് തടയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ലങ്സിന് വളരെ നല്ലതാണ്. നമുക്ക് ലങ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. പല അസുഖങ്ങളും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഇത് വളരെ നല്ലതാണ്. അതുപോലെ നമുക്ക് ഈ കൊളസ്ട്രോള് കുറയാനായിട്ട് ഇത് ഒത്തിരി ഉപയോഗിക്കാം. എംബ്രിയോണിക് ഗ്രോത്തിന്, അതുകൊണ്ട് നമുക്ക് പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന് കഴിക്കുന്ന നല്ലതാണ്. ആങ്സൈറ്റി കുറയ്ക്കാനായിട്ട് നല്ലതാണ്. സാഡ്നെസ് കുറയ്ക്കാനായിട്ടൊക്കെയുള്ള മൈക്രോ ന്യൂട്രിയൻസ് അതിനകത്തുണ്ട്. പൊതുവെയുള്ള ഇൻഫ്ലമേഷൻ എല്ലാം കുറയ്ക്കാനായിട്ട് നമുക്ക് വളരെ നല്ലതാണ്. അപ്പം നമുക്ക് മസ്കുലർ ഡീജനറേഷൻ തടയാനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് എപ്പോഴും എല്ലാ ദിവസവും നമുക്ക് ഭക്ഷണത്തിൻ്റെ കൂടെ നമുക്ക് അസിഡിറ്റി കുറയ്ക്കാനായിട്ട് നല്ലതാണ്, വളരെ സഹായകരമാണ്. പല്ലിൻ്റെ ക്യാവിറ്റിയൊക്കെ കുറയ്ക്കാനായിട്ട്, എല്ലാവർക്കും പല്ലിൻ്റെ പ്രശ്നങ്ങൾ വരും, നേരത്തെ കഴിച്ചു തുടങ്ങി അത്രയും കുറഞ്ഞിരിക്കും. ഈ യൂറിനറി ക്രിസ്റ്റൽസ് ഉണ്ടാകാതിരിക്കാനായിട്ട്, സ്റ്റോൺസ് ഉണ്ടാകാതിരിക്കാനൊക്കെ ആയിട്ട് നമുക്ക് സഹായമാണ്. പിന്നെ അത്ലറ്റിക് പെർഫോമൻസിന് വളരെ നല്ലതാണ്. പിന്നെ യൂറിക് ആസിഡ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. കുറേ പഠനങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് പിന്നെ ഹെയർ ഡാമേജ് വരാനായിട്ടുള്ള, അതിനെ തടയാനായിട്ട് നമുക്ക് പൊതുവേ ഉള്ള എയർവേ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനായിട്ട് വളരെ ഇതാണ്. പിന്നെ നമുക്ക് മെമ്മറി കൂടാനായിട്ടും ഫോക്കസ് നിലനിർത്താനായിട്ടും ഡിലേഡ് ഏജിങ്ങിന്, ആൻറ്റി ഏജിങ്ങിന് വളരെ നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതും ഓവർ ഈറ്റിംഗ് അല്ല, നമ്മൾ മോഡറേറ്റ് ആയിട്ട്, ബട്ട് എല്ലാ ദിവസവും വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. നിങ്ങൾക്ക് എല്ലാ ദിവസവും ചിലപ്പോൾ ഇതിന് പകരം വേറെ പല കഴിക്കേണ്ട ഫുഡുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ അങ്ങനെ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നമുക്കിത് കഴിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. ഗോൾ ബ്ലാഡറിൻ്റെ പ്രശ്നങ്ങൾക്കിത് നല്ലതാണെന്നുള്ള റിസർച്ചേഴ്സ് സാക്ഷ്യപത്രം കൊടുക്കുന്നുണ്ട്. പല വിധത്തിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഇത് ഓവറോൾ നമുക്ക് നല്ലൊരു ഫുഡാണ്. ചില ആൾക്കാർക്ക് ചെറിയ അലർജി ഡെവലപ്പ് ചെയ്യാറുണ്ട്. കിഡ്നി സ്റ്റോണുകൾ ചില ആൾക്കാർക്ക് വരാറുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു ഇറിറ്റേഷൻ ബോഡിയിൽ വന്നിട്ട് ഇച്ചിങ്ങും സ്വെല്ലിങ്ങും ഒക്കെ വരാറുണ്ട്. അങ്ങനെ വന്നാൽ കഴിക്കാൻ നിർത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി സ്കിൻ ഇറിറ്റേഷൻ ചില ആൾക്കാർക്ക് വരാറുണ്ട്. ഓക്കെ, പിന്നെ അങ്ങനെ നമുക്ക് വരുന്ന പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ഇത് വരാനുള്ളൂ. പക്ഷേ അത് നമുക്ക് വരുവാണെങ്കിൽ മാറ്റുക എന്നുള്ളതേ ഉള്ളൂ. ഏതായാലും നമുക്ക് ഈ ഫുഡ് പാചകം ചെയ്യുന്ന ആൾക്ക്, നമുക്ക് പിന്നെ സെർവ് ചെയ്യുന്ന ആൾക്കാരുടെയും അറിവ് ഇത് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് മനസ്സിലാക്കിയിട്ട് ഈ ഒരു കാര്യങ്ങൾ കൂടി നമ്മുടെ ഫുഡിൽ ചേർക്കണം എന്നുള്ളത് ഓൾട്ടർ വെച്ച് ഈ പറഞ്ഞ മാർക്കറ്റിൽ പോയി വാങ്ങിക്കുന്ന ആൾക്കാർക്കും ഇതിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇതും കൂടെ ഉണ്ടാക്കണം എന്നൊരു തോന്നൽ നമുക്ക് വരും. ഇതിനെക്കുറിച്ച് അറിവുള്ളവർ മാത്രമാണ് ഇപ്പോൾ ഇത് പ്രത്യേകമായിട്ട് കഴിക്കുന്നത്. ഇത് പിന്നെ US ചില 5 സ്റ്റാർ ഹോട്ടൽസിലൊക്കെ ഇത് സ്റ്റീം ചെയ്തതാണെന്ന് തോന്നുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കൊണ്ട് വെച്ചേക്കാം. നമുക്കത് വലിയ തുറന്നെടുത്ത് നമ്മുടെ ഇതുകൊണ്ട് വെച്ചാൽ നമുക്കത് ഫോർക്ക് കൊണ്ട് നമുക്കതിങ്ങനെ അടർത്തി ഫുള്ളായിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട്. യു ക്യാൻ ട്രൈ. All the best.